ബഹുമാനപ്പെട്ട പാലാ MLA ശ്രീ മാണി സി കാപ്പൻ, താങ്കളുടെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിന് മറുപടിയായിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ജൂൺ മാസം 8-ാം തീയതി ആം ആദ്മി പാർട്ടിയാണ് പാലാ എലിവേറ്റഡ് ഹൈവേയുടെ മുൻപിൽ റീത്ത് സമർപ്പിച്ചത്. ആ ദിവസം തിരഞ്ഞെടുക്കാൻ കാരണം അന്ന് ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തിട്ട് 8 വർഷം തികയുന്ന ദിവസമായിരുന്നു. ഒരു തരത്തിലും താങ്കളെയോ അല്ലെങ്കിൽ UDFനെയോ കരിവാരി തേയ്ക്കാനുള്ള ഒരു ശ്രമമായിരുന്നില്ല അത്. കാരണം നമുക്കറിയാം, ഒരു മാസം മുമ്പ് മാത്രം പവറിൽ വന്ന UDFനോ ആ കൂട്ടത്തിൻ്റെ MLA ആയിരിക്കുന്ന താങ്കൾക്കോ ഈ പാലപ്പണിയുടെ ഡിലേയിൽ യാതൊരു പങ്കും ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ റീത്ത് വെച്ച് 8-ാം ചരമദിനം ആചരിച്ചത്. 48 കോടി രൂപ മുടക്കി 8 വർഷം മുമ്പ് എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കി ചില ടെക്നിക്കൽ പോയിന്റുകൾ കൊണ്ട് മാത്രം അത് കംപ്ലീറ്റ് ആക്കാതെ പാലക്കാരെ മുഴുവൻ ബുദ്ധിമുട്ടിൽ ആക്കിയിരിക്കുന്ന ഈ പ്രോജക്റ്റിനെ പറ്റി പാലക്കാരെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ആക്ച്വലി ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്തത്. താങ്കൾ പറഞ്ഞു 6 മാസത്തിനുള്ളിൽ ഈ പ്രോജക്റ്റ് പുനരാരംഭിക്കുകയും ഈ വർഷം തന്നെ അത് തീർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇത്രയും മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയ UDF ഇപ്പോൾ പവറിലിരിക്കുന്ന സമയത്ത് തീർച്ചയായും താങ്കൾക്കത് ചെയ്യാൻ സാധിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു. സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ ആ വീഡിയോയിൽ താങ്കൾ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. കളരിയാമ്പാക്കൽ പാലവും അതേ സമയം തന്നെ അതിൻ്റെ പണികൾ പൂർത്തിയാക്കി അത് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുമെന്ന്. വിനയത്തോടു കൂടി ഒരു കാര്യം പറയട്ടെ, കളരിയാമ്പാക്കൽ പാലത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഒന്നാമത്, ചെത്തിമറ്റത്ത് നിന്ന് കളരിയാമ്പാക്കൽ പാലത്തിലേക്ക് പോകുന്ന വഴി എത്ര ഇടുങ്ങിയതാണ് എന്ന് താങ്കൾക്കറിയാമായിരിക്കും. അത് വീതി കൂട്ടി ഒരു ഹെവി വെഹിക്കിൾ പോകാനുള്ള രീതിയിൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും കോടികൾ മുടക്കി ലാൻഡ് അക്വയർ ചെയ്യുകയും പലരുടെയും വീടും മതിലും ഇടിക്കുകയും ചെയ്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു 4 വീലർ വെഹിക്കിൾ പോകാനും ഒരു ഓട്ടോറിക്ഷ പോലും വന്നാൽ അതിന് സൈഡ് കൊടുക്കാനും ഇടയില്ലാത്ത ഒരു റോഡാണ്. അതുകൂടാതെ അത് വന്ന് ചെത്തിമറ്റത്തിൽ മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന സ്ഥലം എത്രയോ ദുർഘടമാണ്. ഒരു വലിയ വണ്ടി അവിടെ തിരിഞ്ഞ് ആ റോഡിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അറിയാം, ഒരു വീട്ടിലേക്കോ ഒരു വഴിയിലേക്കോ കയറുന്നുണ്ടെങ്കിൽ ആ വഴിയുടെ തുടക്കം വീതി കൂടുതലുള്ളതായിരിക്കണം. ബെൽ മൗത്ത് എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടെങ്കിലേ വണ്ടികൾ തിരികെയുള്ളൂ. ഈ വഴിക്ക് അങ്ങനെ ഒരു ബെൽ മൗത്ത് ഇല്ല. ആ ബെൽ മൗത്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ 2 വശത്തും ഇരിക്കുന്ന കടകൾ അക്വേറിയം ഇടിച്ച് പൊളിക്കണം. ഇതിനൊക്കെ വലിയ ലിറ്റിഗേഷൻസ് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് താങ്കളുടെ ഈ 5 വർഷത്തെ MLA-ഷിപ്പിനുള്ളിൽ ആ സംഭവം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. അത് ഈ പാലത്തിൻ്റെ ഈ വശത്തെ കാഴ്ചയാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്ക് പാലത്തിൻ്റെ അങ്ങേക്കരയിലേക്കൊന്ന് നോക്കാം.
ഒരു വലിയ റബ്ബർ തോട്ടം. ആ റബ്ബർ തോട്ടത്തിലേക്ക് 9 പടികൾ ഇറങ്ങി, ഏകദേശം 9 അടി ഏണിയിൽ കൂടി ഇറങ്ങിയാലേ ആ പാലത്തിൻ്റെ ആ റബ്ബർ തോട്ടത്തിൻ്റെ ലെവലിലേക്ക് എത്തുകയുള്ളൂ. അവിടെ നിന്ന് ഒരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കി, ഏകദേശം 150 മീറ്റർ അപ്രോച്ച് റോഡ് ആ റബ്ബർ തോട്ടത്തിൽ കൂടി ഉണ്ടാക്കിയെങ്കിലേ വളരെ ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു മെയിൻ റോഡിലേക്ക് ചെല്ലുകയുള്ളൂ. മുരിക്കുമ്പുഴയിൽ നിന്ന് മേരിഗിരിയിലേക്ക് പോകുന്ന അധികം വാഹനങ്ങളൊന്നും ഓടിക്കൊണ്ടിരിക്കാത്ത വീതി കുറഞ്ഞ ഒരു റോഡിലേക്കാണ് ഈ അപ്രോച്ച് റോഡ് ചെന്ന് ചേരുന്നത്. അതിനുശേഷവും മെയിൻ റോഡിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും മുരിക്കുമ്പുഴയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ മേരിഗിരിയിലേക്കോ പോയാലേ ഈ റോഡിൽ കൂടി എവിടെയെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആലോചിക്കേണ്ട കാര്യം, ഈ റോഡ് ഈ പാലം ആർക്കു വേണ്ടിയാണ് ഉണ്ടാക്കിയത്? ഒരു അപ്രോച്ച് റോഡിനെ പറ്റി ആലോചിക്കുക പോലും ചെയ്യാതെ ഒരു പ്രൈവറ്റ് വ്യക്തിയിൽ നിന്ന് ഇനിയും അക്വയർ ചെയ്ത് 150 മീറ്ററോളം അപ്രോച്ച് റോഡ് ഉണ്ടാക്കേണ്ട സ്ഥിതി ഇപ്പോഴും തുടരുന്ന ഈ പാലം ആർക്കു വേണ്ടി ഉണ്ടാക്കി? തീർച്ചയായും ഇതിനകത്ത് അഴിമതി നിഴലിച്ചു നിൽക്കുന്നുണ്ട്. ഒരു പ്ലാനിങ്ങും കൂടാതെ ഒരു പാലം പണിത് വെച്ച് അതിനകത്തെ കമ്മീഷൻ അടിച്ചു മാറ്റുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു പാലമാണിത്. താങ്കൾക്ക് ചെയ്യാവുന്നത്, ഇതിന് 2012 പണിതീർത്ത ഈ പാലം ആരുടെ ബ്രെയിൻ ചൈൽഡാണെന്നും എന്തിനാണ് ഇതുണ്ടാക്കിയതെന്നും അതിന് കാരണക്കാരായവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കുകയും വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് താങ്കളുടെ പ്രയത്നം ഫലിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടുകൂടിയും പറയുമ്പോഴും ആ പ്രയത്നം മിക്കവാറും ഫലിക്കുകയില്ല എന്നുള്ള ഒരു പ്രഡിക്ഷനാണ് ഞങ്ങൾക്ക് തരാനുള്ളത്. ഇനി മൂന്നാമതൊരു കാര്യം കൂടി പറയാം. 2 വശവും അപ്രോച്ച് റോഡ് മുഴുവൻ ഉണ്ടായിട്ടും പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു പാലം അരുണാപുരം വെള്ളിയപ്പള്ളി കരയിലേക്കുള്ള ഒരു പാലം കിടപ്പുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു നല്ല കുളികടവ് കുഴിച്ച് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കി 1-2 തൂണിന് വേണ്ടിയുള്ള കുഴികളും കുഴിച്ച് പിന്നെ ഉപേക്ഷിക്കപ്പെട്ട ഒരു പാലം അവിടെയുണ്ട്. അവിടെ അരുണാപുരത്ത് നിന്നും സെൻറ് തോമസ് കോളേജിലെ പാസ്റ്റൽ സെൻറ്റർ വരെയുള്ള നല്ല വഴിയും അതിനപ്പുറം വെള്ളിയപ്പള്ളിക്കരയിൽ കടവിലേക്കുള്ള വീതി കൂടിയ വഴിയും ഉണ്ടായിട്ടും അവിടെ ഒരു പാലം കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി തുടരുന്നുണ്ട്. താങ്കൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ കളരിയാമക്ക പാലം അത് പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഈ അരുണാപുരം വെള്ളിയപ്പള്ളി പാലം കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുമെങ്കിൽ താങ്കളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് UDF ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോടുകൂടി അത് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കണമെന്നും അപേക്ഷിക്കുകയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.